ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഇന്ന് കറങ്ങിയിട്ട് നമ്മൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. 3-4 ദിവസമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ ബാക്കി പാർട്ട് വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കാണുക, എങ്കിലേ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൂമിൽ എത്തിയ വരെയുള്ള വീഡിയോ ആയിരുന്നു കാണിച്ചത്. ഇപ്പം മക്കളൊക്കെ രാവിലെ തന്നെ കുളിച്ച് മാറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മളിവിടെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോകാമെന്നാണ് ഫസ്റ്റ് തന്നെ വിചാരിക്കുന്നത്. ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ട് ആണ് പോകുന്നത്. രാവിലെ തന്നെ എണീറ്റ് ഇവർ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ കോഫി മേക്കറൊക്കെ ഉണ്ട്, കോഫി ടീ മേക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇവർക്ക് ഓരോ കോഫി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇവർ രണ്ടാളും കുടിച്ച്, ഞാനും ഹസ്ബൻഡും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നമ്മളിവിടുന്ന് റൂം എടുക്കുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ അവിടെ ചെന്നാൽ മതി, 10 മണിക്കുള്ളിൽ പോകണമെന്നൊക്കെ. അപ്പം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ 4th ഫ്ലോറിലാണ് ഇവിടുത്തെ ഡൈനിങ് ഉള്ളത് കേട്ടോ. അപ്പം മൂത്ത ആൾ സ്റ്റെപ്പ് കയറി വന്ന്, ഞങ്ങൾ ലിഫ്റ്റിലും വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന അതേ ഫീൽ തന്നെയായിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയത്. ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു അപ്പാർട്ട് ഹോട്ടലാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു സ്റ്റേ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇവിടെ ബൊഫേ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇത് എടുത്ത് കഴിക്കാം. ജ്യൂസ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കോൺഫ്ലെക്സും ചോക്കോസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ബോണ്ടയും, പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പാസ്തയും, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പാസ്തയും ബോണ്ടയും ഒരു കപ്പ് സേമിയ പായസമാണ് ഉള്ളത്. ഹസ്ബൻഡ് എടുത്തത് ഇഡ്ഡലിയാണ്. മക്കൾ 2 പേരും എടുത്തത് ചോക്കോസും ബ്രെഡ് ടോസ്റ്റും ആണ് കേട്ടോ. അവർക്ക് അത് മതിയെന്ന് പറഞ്ഞ്. ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരുന്നു. ഇക്കയായിട്ട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. കട്ട് ഫ്രൂട്ട്സും പിന്നെ പാസ്തയും ഇഡ്ഡലിയും പിന്നെ ബോണ്ടയും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിഷ്ടമുള്ളത് എടുക്കാം. ഞങ്ങൾ ഓരോ ഗ്ലാസ് മുന്തിരി ജ്യൂസും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ മക്കളൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോയിട്ട് ഫോണും വാലറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഈ താമസിക്കുന്നത് MG റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ചർച്ച് സ്ട്രീറ്റ് കുറേ സ്ഥലങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് കാർബൺ പാർക്കിലേക്കാണ് കേട്ടോ. അപ്പം ചർച്ച് സ്ട്രീറ്റൊക്കെ വൈകുന്നേരം ഈവനിങ്ങിലാണ് അതൊക്കെ ആക്റ്റീവ് ആവുക. അപ്പം ഇങ്ങനത്തെ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈവനിങ്ങിൽ പോകാൻ നോക്കുക. പാർക്കിലൊക്കെ രാവിലെ തന്നെയാണ് പോകുന്നത് നല്ലത്. നമുക്ക് ജോഗ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്ലേസൊക്കെ തന്നെയാണ് ഇതുപോലെയുള്ള പാർക്കുകളൊക്കെ. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് ബാഗും വാലറ്റും ഫോണൊക്കെ എടുത്തതിന് ശേഷം തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഹസ്ബൻഡും മക്കളൊക്കെ അവിടെ സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഇതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. നല്ല അടിപൊളി വൃത്തിയായിട്ടുള്ള റൂമാണ്. ഇത് ഒരു 4 സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടും. അതുകൊണ്ട് പുറത്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ റൂമിൽ നിന്ന് ഇപ്പം ഞാൻ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിന് ശേഷം ഞാൻ ഈ ഹോട്ടലിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഹോട്ടൽ തന്നെയാണ്. നല്ല ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഇവർ.
ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ച HM സ്യൂട്ട് ആൻഡ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട് ഹോട്ടൽ. ഇനി ഇവിടുന്ന് നമ്മൾ കാർബൺ പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. കുറച്ച് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ പെട്ടെന്ന് നമ്മൾ കാണില്ല. പക്ഷേ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുനിന്ന് ഒരു 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ അടുത്തുള്ള പാർക്ക്. കാർബൺ പാർക്ക് എന്നാണ് കേട്ടോ ഈ ഒരു പാർക്കിൻ്റെ പേര്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വിധാൻ സൗധ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. വിധാൻ സൗധ എന്ന് പറയുന്നത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസാണ്. നമ്മുടെ നിയമസഭാ മന്ദിരമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഓഫീസാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു പാർക്കിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ട് ഇരുന്ന് യോഗ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഇവിടുന്ന് വിധാൻ സൗധ കാണാൻ പോവാണ്. ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ. വണ്ടി ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ചില ഓട്ടോക്കാർ നമ്മളെ പറ്റിച്ച് കളയും കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം മാനേജ് ചെയ്യാൻ. ഞങ്ങളൊരു ആൾ പറ്റിച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം കറങ്ങിയിട്ട് നിങ്ങൾ ഇത്ര പൈസ തന്നാൽ മതി, ഇവിടെ ഫുള്ള് കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് ഇറക്കി വിടുകയാണ് ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ പെട്ടുപോകും. ഞങ്ങൾ പിന്നെ അവിടുന്ന് വേറൊരു ഓട്ടോ വിളിച്ച് റൂമിലേക്കൊക്കെ വന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഓട്ടോക്കാരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് വിധാൻ സൗധ. ഇത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസാണ് കേട്ടോ.
ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു റൂമിൻ്റെ. ഇതാണ് കേട്ടോ ഈ റൂമിൻ്റെ ബാൽക്കണിയിലുള്ള ഒരു കാഴ്ച. ഇതൊരു സ്കൂളാണ്. ഇവിടുന്ന് നമ്മൾ ഫ്രഷായിട്ട് എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആയ സമയത്ത് എല്ലാവരും ഫ്രഷൊക്കെ ആയി ഇറങ്ങുന്നുണ്ട്. ഈ റൂമിൻ്റെ ബാത്റൂം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബാത്റൂം കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പം ഇതാണ് ഈ റൂമിൻ്റെ ഒരു ബാത്റൂം എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഇനി എല്ലാവരും ഫ്രഷൊക്കെ ആയതിന് ശേഷം സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഇതിൻ്റെ പാർക്കിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാവിയൊക്കെ ഇവിടെ ഏൽപ്പിച്ച് ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവുകയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോട്ടൽ മൊത്തം കേട്ടോ. ഞങ്ങൾ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ മൊത്തം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചാവിയൊക്കെ അവിടെ ഏൽപ്പിച്ച് പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരേക്ക് പോകുന്ന സമയത്ത് ഒരു മാള് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ KFC കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ KFCയിൽ നമ്മളെ നാട്ടിലുള്ളതുപോലെ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ സെൽഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളെ നാട്ടിൽ ഇത് വന്നിട്ടുണ്ടോയെന്നറിയില്ല. ഇവിടെ നമ്മൾ ഒരു ATM മെഷീൻ പോലത്തെ ഒരു സംഭവത്തിൽ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം കാർട്ടിലിട്ട് അത് ബില്ല് പേ ചെയ്ത് അവിടെ കൗണ്ടറിൽ ഇതിൻ്റെ ബില്ല് കൊണ്ടു കൊടുത്താൽ നമ്മുടെ ടൈം ആകുമ്പോൾ അവർ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ മെട്രോ പോകുന്ന കാഴ്ച കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇക്കയും മക്കളും പോയിട്ട് അതൊക്കെ വാങ്ങി വരുന്നുണ്ട്. ഇവർക്ക് KFC കണ്ടാൽ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇവരെ ഈ ഒരു ആരവം. അപ്പം KFC ഒക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്താണ് ബർഗർ കിങ്ങിൻ്റെ ഈ ഒരു ഐസ്ക്രീം കണ്ടത് കേട്ടോ. അപ്പം മക്കൾക്ക് എല്ലാവർക്കും കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം മക്കൾ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ബർഗർ കിങ്ങിൻ്റെ ഈ ഒരു കോൺ ഐസ്ക്രീം കഴിക്കണമെന്ന്. അപ്പം ഞങ്ങളും വാങ്ങി. ഞാനും ചെറിയ ആളും ചോക്ലേറ്റാണ് കേട്ടോ വാങ്ങിയത്. ഇക്കയും മൂത്ത മോനും വാനിലേൻ്റെ ഒരു ഫ്ലേവറാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം ഫുഡടിയും ഐസ്ക്രീമും ഇന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ സുഡിയോ ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ഇക്കാക്ക് 2 ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഡ്രസ്സും ചപ്പൽസും പിന്നെ ഷൂസും ഒക്കെ ഉണ്ട് കേട്ടോ സുഡിയോയിൽ. നല്ല കളക്ഷനാണ്. അപ്പം പ്രൈസും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം സുഡിയോന്ന് ഡ്രസ്സോ ഇതൊക്കെ വാങ്ങിയതിന് ശേഷം ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെടുവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ മൈസൂരേക്കാണ് പോകുന്നത്. മൈസൂർക്ക് പോകുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറുണ്ട് തന്നെ മൈസൂർ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഗുണ്ടൽപേട്ട് വയനാട് വഴി നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്.
ഇപ്പോൾ ഒരു 5:30 ആയ സമയത്ത് ഞങ്ങൾ ഗുണ്ടൽപേട്ട് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഡീസൽ ഫുൾ ടാങ്ക് അടിക്കുകയും ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങളൊരു 8:30 ആയ സമയത്ത് വയനാട് മുട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഖത്തർ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇവിടുത്തെ സ്റ്റാഫ്സ് അതിൽ അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു ഇതിൻ്റെ ഓണറുണ്ട്. അവർ നമ്മളുമായിട്ട് വന്നിട്ട് സംസാരിക്കുകയും നമുക്ക് ഏതാ ഫുഡ് എന്ന് വേണ്ടതെന്ന് വെച്ചാൽ അത് പ്രിപ്പയർ ചെയ്ത് തരുമൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഇവരുടെ ആയിട്ടുള്ള മെനു ഒക്കെ ഉണ്ട് കേട്ടോ. ബീഫിൻ്റെ റിബ്, പിന്നെ ലബ്സ്റ്റർ, പിന്നെ അമൂറ്, ഇതൊക്കെ ചുട്ടതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം വീക്കെൻഡിലൊക്കെ വരുവാണെങ്കിൽ ഇവരെ സ്പെഷ്യൽ ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങളിവിടെ അൽഫാമും ബട്ടർ നാനും പൊറോട്ടയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സീ ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്ത് തരും. ഞങ്ങളത് വാങ്ങിയതിന് ശേഷമാണ് ഇവിടെ അമൂറൊക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇക്ക അവിടുത്തെ ഓണറുമായിട്ട് സംസാരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട് വീട്ടിലേക്ക്. ഇപ്പം നമ്മളൊരു 9:30 ആയപ്പോൾ വയനാട് ചുരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കോടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കൈയും കാലും ഒക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. നമ്മളിപ്പോൾ ഒരു ദൂരയാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരം ഇവിടെ നിൽക്കാനൊന്നും തോന്നിയിട്ടില്ല. ഇവിടേക്കൊക്കെ രാത്രിയൊക്കെ വരുവാണെങ്കിൽ അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വീട്ടിലെത്തി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരിതായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.